ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണ കാര്യം മേ ബി കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക് എന്ന് പറയണത് മേ ബി ആസ് എ സ്റ്റുഡൻറ്, ഇപ്പൊ സ്റ്റുഡന്റ് അല്ല, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. ഒരു സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഫേസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു സ്റ്റക്കിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇനി എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി മൊമെന്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് നിന്ന കുറച്ച് ഒരു ടൈം, ഒരു ലോങ് ടൈം തന്നെ ആയിരുന്നു ഇന്റേത്. ഒരു ലോങ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 6 മാസെങ്കിലും ഞാൻ സ്റ്റക്കായി നിന്ന ഒരു മൊമെന്റ് ഉണ്ടായി. ഐ തിങ്ക് മേ ബി ചില ആൾക്കാർക്കൊക്കെ ഈ ഒരു സംഭവം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. ഞാൻ പൊതുവെ എൻ്റെ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. സോ അങ്ങനെ നമ്മൾ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഷെടാ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി അടുത്തത് ഞാൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ചില ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ കരിയറിനെ കുറിച്ചിട്ടായിക്കോട്ടെ, ഇനിയുള്ള ലൈഫിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് വെൽ പ്ലാനിങ് ഉണ്ടായിരിക്കും. അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇനി പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സംഭവങ്ങളോ ചിലപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യണം എന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിൽക്കുന്നവരായിരിക്കാം. ഇതുവരെ നമ്മൾ അറ്റൻഡൻസ്, എക്സാം ഇങ്ങനത്തെ, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യുക, ഇങ്ങനത്തെ കുഞ്ഞു ടെൻഷൻ അല്ലാതെ വലിയ ടെൻഷൻസ് ഒന്നും എടുക്കാത്ത ഒരു സ്റ്റുഡന്റ്, ഒരു ചൈൽഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളൊരു കുട്ടികളെ പോലെ ജീവിച്ച കാലമായിരിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ്, ഇവരെ കൂടെ ഉള്ള ഒരു മൊമെന്റ്, ഇതൊക്കെ എൻജോയ് ചെയ്ത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ലൈഫ് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ്, എല്ലാവരും അവരുടേതായ പാത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുക. സ്വാഭാവികം, വെരി നാച്ചുറൽ. കാരണം നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയമാകുമ്പോൾ ചില ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്രയും കാലം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഗ്യാങ്, ക്ലാസ്മേറ്റ്സ് എല്ലാവരും അവരുടേതായിട്ടുള്ള വഴിയിൽ പോവും. അതാണ് റിയാലിറ്റി. ഇപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണമെങ്കിൽ ചിലപ്പോൾ അവര് എന്തെങ്കിലും മാസ്റ്റേഴ്സ് ചൂസ് ചെയ്തിട്ട് പോവും. അല്ലെങ്കിൽ നമ്മുടെ വേറെ ഫ്രണ്ട് ആണെങ്കിൽ ജോബ് ചൂസ് ചെയ്തിട്ട് പോവും. ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് പോവും. ചില ആൾക്കാർ മേ ബി പുറത്ത് പഠിക്കാൻ പോവും. അങ്ങനെ ഓരോരുത്തരും ഓരോ ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ സ്റ്റക്കിംഗ് പീരീഡ് ആയിട്ടുള്ള ഒരു മൊമെന്റും ഉണ്ടായിരിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ ഒറ്റക്കായിരിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കായി നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത്. പക്ഷെ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയം നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നുമില്ല. അന്ന് ഞാൻ എടുങ്ങേറായ അത്ര എടുങ്ങേറൊന്നും ഇപ്പൊ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ട്. ഈ ഒരു അവസ്ഥ നിങ്ങളിൽ എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇനി അനുഭവിക്കാൻ പോകുന്നവരുണ്ടാവും, അനുഭവിച്ച് കഴിഞ്ഞവരുണ്ടാവും, അനുഭവിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനൊക്കെ അത് അനുഭവിച്ച് കഴിഞ്ഞതാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത്, എനിക്ക് +2 കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് എനിക്ക് ഇൻട്രസ്റ്റഡ് ഉള്ള ഒരു ഫീൽഡിലേക്ക് പോകണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റിയ കോഴ്സ് സെർച്ച് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷെ അന്നാണ് ഈ കൊറോണ ഉള്ളതുകൊണ്ട്, കൊറോണന്റെ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടിയായിരുന്നു അത് സെർച്ച് ചെയ്യാനും നമുക്ക് ആ ചൂസ് ചെയ്യാനും അങ്ങനത്തെ ഒരു ടൈം കിട്ടിയായിരുന്നു. പക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്താണെങ്കിലോ പെട്ടെന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടി. എല്ലാവരും അവരുടേതായിട്ടുള്ള വഴിക്ക് പോവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് സ്റ്റക്കായി നിന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, PG എടുക്കുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട, ഞാൻ സ്കിൽ ബേസ്ഡ് ആയിട്ടാണ് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി മാസ്റ്റേഴ്സ് പോണേക്കാളും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന എന്തെങ്കിലും വർക്കിന് പോവാന്നുള്ളതായിരുന്നു. കാരണം നമ്മുടെ മാസ്റ്റേഴ്സ് ഇനി ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റും ചിലപ്പം അത്യാവശ്യം പൈസയൊക്കെ കൊടുത്ത് പഠിക്കേണ്ട, ഒരു ഫീ ഒക്കെ കൊടുത്ത് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചിരുന്നു, എനിക്ക് നാട്ടിൽ പഠിക്കണമെങ്കിൽ എനിക്ക് ജേർണലിസ്റ്റ് എടുക്കായിരുന്നു. പക്ഷെ എൻ്റെ എനിക്ക് ആ ഒരു ഫീൽഡ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഫീസൊന്നും കൊടുത്ത് കഴിയൂല എന്നൊക്കെ വിചാരിച്ചിട്ട് ഓക്കെ എന്നാ ജോബ് ചൂസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ ഒരു ജോബ് ചൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച ആ ഒരു
തീരുമാനം എടുക്കാൻ തന്നെ എടുത്തു ഒരു 3-4 മാസം. സോ അത് കഴിഞ്ഞ് ഈ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നത് ഒരു 3 മാസമെങ്കിലും അതിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. ഒരു ഫ്രഷർ എന്നുള്ള നിലക്ക് നമുക്ക് ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് സ്കിൽ ബേസ്ഡ് ഒരു ഏരിയ ആവുമ്പോൾ. നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ സ്കില്ലാണ് അവിടെ പ്രധാനം. അപ്പോൾ സ്കില്ല് ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രഷറായിട്ട് ഒരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിച്ച പോലെ എനിക്കൊരു നല്ലൊരു ജോബ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. സോ ഞാൻ കിട്ടിയ ജോബിന് പോവാന്നുള്ളൊരു തീരുമാനം വരെ എടുത്ത ഒരു സമയമായിരുന്നു ആ സമയം. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ചൂസ് ചെയ്യാൻ നമുക്ക് 3 വഴികളാണ് ഉണ്ടാവാറ് പൊതുവെ. അതിലൊന്നാണ് ജോബ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഈ ഒരു 3 വഴികളിലാണ് നിൽക്കാറ്. ഓക്കെ, എൻ്റെ ഒരു ഓപ്ഷൻസ് ഈ 3 ഒന്നെങ്കിൽ ജോബിന് പോവാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് പോവാം, അല്ലെങ്കിൽ എനിക്ക് ഈ സ്റ്റക്കിംഗ് പീരീഡ് അല്ലെങ്കിൽ വെറുതെ ബ്രേക്ക് എടുത്ത് നിൽക്കുക. ചില ആൾക്കാരുണ്ട് ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന, ആ ഒരു സ്റ്റക്കിംഗ് പീരീഡ് ഉള്ളതുകൊണ്ടാണ് ബ്രേക്ക് എടുത്ത് നിൽക്കുന്നത്. അതായത് കൺഫേം ആവാതെ നമ്മുടെ ഓക്കെ, ചില ആൾക്കാർ ഓക്കെ ഞാൻ കുറച്ചെല്ലാം റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും റെസ്റ്റ് എന്നുള്ള ഒരു സാധനം ഇല്ല ഈ ഒരു ഏജിൽ. കാരണം നമ്മൾ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് 1 ഇയർ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ ഏതാണോ നെക്സ്റ്റ് ചൂസ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത്, വർക്ക് ഓർ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂ ആയിട്ട് പഠിക്കാൻ പോവാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രേക്ക് ടൈം യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ടൈമിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക, അല്ലാതെ ഒരിക്കലും വെറുതെ ബ്രേക്ക് എടുത്ത് ഇരിക്കുക. അപ്പൊ ഈ 3 വഴികളിൽ ജോലി ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ജോബിലേക്ക് പോകുമ്പോൾ എന്തായാലും നമുക്ക് പൈസ കിട്ടും, നമ്മുടെ കരിയർ സെറ്റാക്കുക, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ജോബ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് ചില ജോബിലൊക്കെ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കും എനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ജോബ് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ കൂടുതലൊന്നും പുതിയ പുതിയ ആൾക്കാരോട് സംസാരിച്ച് സെറ്റ് ആവാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പൊതുവെ ഞാൻ നല്ല സംസാരിക്കുന്ന ആളാണ്, ബട്ട് ഐ എം എ ആംബിവേർട്ട്. നല്ല സംസാരിക്കണമെങ്കിൽ അത്രയും ആളായിട്ട് ഒന്ന് കംഫർട്ടബിൾ ആയാൽ മാത്രമേ നല്ല സംസാരിക്കും. പക്ഷെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കൂല. അതൊരു പ്രശ്നമായിട്ട് ഞാൻ ജോബ് ചൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കാണുന്ന ആൾക്കാരോട്, കാരണം ഒരു പ്രൊഫഷൻ ഒരു ജോബിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള ഇത് നമുക്ക് ഉണ്ടോ, അതായത് നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ അത് പൊതുവെ ചില ആൾക്കാർ അത് ഫേസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ജോബ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും, നമ്മൾ കരിയർ സെറ്റ് ആവും, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു പഴയ കോളേജിൽ നിൽക്കുന്ന ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ജോബിന് കയറിയ ആൾക്കാരുണ്ടാവും കോളേജൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനത്തെ കയറുന്ന ആൾക്കാർക്ക് അത്രയും കാലം നമ്മൾക്ക് ടെൻഷൻസ് ഉണ്ടായിരുന്നത് എക്സാമിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അസൈൻമെന്റ് അങ്ങനത്തെ, അതൊക്കെ കുഞ്ഞു കാര്യമാണ്, നമുക്ക് അത് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ടെൻഷൻസ് എടുത്തിട്ടുണ്ടാവുക. നമ്മൾ ആ ഒരു ഫ്രീ ലൈഫിൽ നിന്നും പെട്ടെന്ന് നമ്മളൊരു ജോബിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ആവുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. ഒരു ടൈറ്റ് ഷെഡ്യൂളിലേക്ക് മാറാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. രാവിലെ എണീക്കണം, നേരത്തെ നമുക്ക് എന്നും ഓഫീസിൽ പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മളൊരു ടൈറ്റ് ഷെഡ്യൂളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നാ ഞാൻ പറയാ. കാരണം എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കും, എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ അത്ര കഷ്ടപ്പെടേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവില്ല. കാരണം 3 മാസം എടുത്തു എനിക്കൊരു കാര്യം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ 3-ൽ ഞാൻ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇനി ഈ 3 ഒന്ന് ഞാൻ ചൂസ് ചെയ്തത് ജോബായിരുന്നു. അപ്പൊ ഈ ജോബ് ചൂസ് ചെയ്തപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മാസം കഷ്ടപ്പെട്ടു. എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഒരു സ്കിൽ ബേസ്ഡ്, അതായത് ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ, ഇങ്ങനത്തെ ഒരു ഫീൽഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ഫോട്ടോഗ്രാഫി ഇതും ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് ഫോട്ടോഗ്രാഫി ആണ്. ഞാൻ കുറെ കാലം ചെയ്തത്, ബട്ട് അതൊരു ഫ്രീലാൻസിങ് ടൈപ്പ് വർക്കാണ്. പക്ഷെ
എനിക്കൊരു ഓഫീസ് ബേസ്ഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഡിസൈനിങ് ആയിരുന്നു കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈനിങ് ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ഈ 3 മാസം എടുത്തു പിന്നെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ CV, നമ്മുടെ പോർട്ട്ഫോളിയോ ഇതൊക്കെ സെറ്റ് ആക്കണം, ഇല്ലാതെ നമുക്ക് നല്ലൊരു ജോബ് കിട്ടൂല. പക്ഷെ ഫ്രഷർ എന്നുള്ള നിലക്ക് നമുക്ക് കുറച്ചും കൂടി കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക, എന്തായിരിക്കും നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതൊരു ബെറ്റർ കാര്യമായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ടെൻഷനും ഡിപ്രഷനിലേക്ക് വരെ ചിലപ്പോൾ നമ്മൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ, ഇത്രയും കാലം കോളേജിൽ പോയി പെട്ടെന്ന് വീട്ടിലിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഓരോ ഭാഗത്തായി പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ആ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഏത് കൈൻഡ് ഓഫ് ഏരിയ ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഇനി ജോബിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ വേണം, ആ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, അതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിരിക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്നൊന്നും ഈ പ്രഷർ ഒന്നും താങ്ങണ്ട, ഈ പ്രഷർ ഒന്നും എനിക്ക് ഇപ്പൊ തന്നെ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് നമുക്ക് ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ മാസ്റ്റേഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ചൂസ് ചെയ്യുക, ഇതൊക്കെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. മാസ്റ്റേഴ്സ് ആകുമ്പോൾ ചില സബ്ജക്റ്റിന് നമുക്ക് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവണം എന്നില്ല. ബട്ട് ഫിനാൻഷ്യലിയും കൂടി നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീസ് കൊടുത്ത് പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പോകാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, ഇല്ലെങ്കിൽ സ്റ്റക്കായി പോകും. അതുകൊണ്ടാണ് പറയണത്. ഓക്കെ, എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ജോബ് ചൂസ് ചെയ്യാം എന്നുള്ള പ്ലാനും എത്തി. അങ്ങനെ ജോബും ചൂസ് ചെയ്ത് കുറെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോബും കിട്ടി. എന്നിട്ട് അതിന് പോകാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പെട്ടെന്ന് ഞാനൊരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ഒരു ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് നല്ല സ്ട്രെസ്സും നല്ല ഇടങ്ങേറുള്ള പരിപാടിയായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് ഫ്രഷർ ആവുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് വേറെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ 1 ഇയർ എങ്കിലും വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഞാൻ 2 മാസം കൊണ്ട് എന്റെ ജോബ് ക്വിറ്റ് ചെയ്തു. ഈ ജോബിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്, ഇറങ്ങുന്നതിന്റെ മുന്നേ ഞാൻ ആലോചിച്ച കാര്യം എനിക്ക് PGക്ക് പോകണം എന്നാണ്. കാരണം എനിക്ക് തോന്നി അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മൊമെന്റ് എന്ന്. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഭയങ്കര കംഫർട്ട് സോണിൽ നിന്ന് കംഫർട്ട് സോണിൽ പഠിച്ച് കംഫർട്ട് സോണിൽ ജീവിച്ച് പോരുന്നോണ്ട് തന്നെ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുന്നില്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സംഭവം വന്നു. എനിക്ക് ചില സ്ഥലത്ത് പ്രതികരിക്കാൻ പോലും പറ്റണില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഞാൻ എനിക്ക് ജോബ് വേണ്ട, എനിക്ക് കുറച്ചും കൂടി പഠിക്കണം എന്നുള്ളൊരു ഇത് വന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ CUT എഴുതിയിട്ടാണ് പിന്നെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഹിമാചലിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കാരണം തന്നെ, എനിക്ക് നാട്ടിൽ പഠിക്കായിരുന്നു, പക്ഷെ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം തന്നെ എനിക്ക് ഫീസ് കുറവാണായിരുന്നു. പിന്നെ എനിക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് അങ്ങനെ പോകണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, എനിക്ക് കുറച്ചെങ്കിലും ലീഡർഷിപ്പ് സാധനം ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മെയിൻ തോട്ട് എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു സ്റ്റക്കിംഗ് പീരീഡിൽ നിൽക്കുകയാണെങ്കിൽ ഐ തിങ്ക് യു ചൂസ് മാസ്റ്റേഴ്സ്, ദാറ്റ്സ് ബെറ്റർ ഫോർ യു. അതായത് നിങ്ങൾ മാസ്റ്റേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 2 വർഷമെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ അത് ആലോചിച്ചായിരുന്നു. ഞാൻ ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 വർഷം നിങ്ങൾ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാവുന്ന ഒരു പീരീഡ് ആയിട്ട് എടുത്തിട്ട് പഠിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ സമയമാകുമ്പോൾ നമുക്ക് കുറെ സെമിനാർസ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും, കുറെ പ്രസന്റേഷൻ കാര്യങ്ങൾ വരും, നമുക്ക് കുറച്ചും കൂടിയും ലീഡർഷിപ്പ് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൽ വളണ്ടിയർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ സ്കൂൾ മുതലേ അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് യുവർ കോൺഫിഡൻസ് ഇങ്ങനെ ആവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും. നമ്മളിങ്ങനെ ഒരു ചെറിയ കുട്ടി എന്നുള്ള ഒരു ഇതിൽ നിന്ന് വന്ന്, ചെറിയ കുട്ടി എന്നല്ല, ഒരു
കുട്ടികൾ ആ ഒരു സ്റ്റുഡന്റ് എന്നുള്ള ലൈഫിൽ നിന്ന് മാറി നമ്മളൊരു ജോബൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളാവുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് മാറുക നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും. ആ ഒരു സ്റ്റക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ മൂന്നാമത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. കുറെ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ബ്രേക്ക് എടുക്കുന്ന സമയത്തും അറ്റ്ലീസ്റ്റ് നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ നോക്കുക. ഒരിക്കലും ഫ്രീ ആയിട്ട് ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും നമ്മുടെ കരിയറിനെ ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പം, പ്രത്യേകിച്ച് ഞാൻ ഹിമാചലിൽ പഠിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവിടുത്തെ ആൾക്കാർ ഒന്നും കൂടി അക്കാഡമിക്സിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി അവര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി വേറൊരു രീതിയാണ്. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവര് അസൈൻമെന്റ് ഒക്കെ ഭയങ്കര സെറ്റാക്കി ചെയ്ത ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ സാർമാരോടൊക്കെ ചോദിക്കും എന്താ ചെയ്യണ്ടേ, എന്താ ഇതാക്കണ്ടേ, അങ്ങനത്തെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്റെ ക്ലാസ്സിലൊക്കെ അധികം ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ കൂടെ പഠിച്ചവരായിക്കോട്ടെ, എന്റെ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറെ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ജോബ്സിന് അത് മലയാളീസ് ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറെ ജോബിനൊക്കെ അപ്ലൈ ചെയ്യും, എന്നിട്ട് അതിന്റെ ഇന്റർവ്യൂ വരുമ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്, അല്ലാതെ അവർക്ക് നാളെ ജോബ് കിട്ടണം അങ്ങനെയല്ല. അവര് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഇന്റർവ്യൂസിന്റെ ആ ഒരു ഫിയർ ഒരു സമയത്ത് ഉണ്ടാവും, നമുക്കൊരു ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫേസ് ചെയ്യുക എങ്ങനെയെന്നൊക്കെ ഓൾറെഡി എങ്ങനെ ഉണ്ടാവും എന്നൊരു എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് ഒരു പ്രാക്ടീസ് പോലെ അവർ ഓരോ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ബെറ്റർ ഒരു ഏരിയ ആണ്. ചില ആൾക്കാർ ഓൺലൈൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ പഠിച്ചുകൊണ്ടിരിക്കാവും, ഇനിയും ഉണ്ടാവും ഒരു വർഷം, എന്നാലും അവർ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റിഹേഴ്സൽ പോലെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ, ഒരു PG ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലിങ്ക്ഡിന്, നമുക്ക് പല ലിങ്ക്ഡിൻ, നൗക്കറി, പിന്നെ ഇൻഡീഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അവരെന്തായാലും അറ്റ്ലീസ്റ്റ് ഓൺലൈൻ ഇന്റർവ്യൂസ് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറെ പ്രോഗ്രാംസ്, പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സിൽ എന്തെങ്കിലും ടീച്ചേഴ്സ് ഫ്രണ്ടിൽ വന്നിട്ട് പറയാ, അല്ലെങ്കിൽ വളണ്ടിയറിങ്, ഇങ്ങനത്തെ കുറെ ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ലീഡർഷിപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഏറ്റെടുത്ത് കഴിയുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നും കൂടി ബിൽഡ് ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ചില ആൾക്കാർ നന്നായിട്ട് പഠിക്കും, അവരേക്കും നമ്മുടെ ക്ലാസ്സിൽ ടോപ്പിൽ നിൽക്കുന്നത്, പക്ഷെ അവർക്കൊരു ലീഡർഷിപ്പോടെ ഒരു കാര്യം ഏറ്റെടുത്തത് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി. കാരണം അവർക്ക് അതിനൊന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ അവർ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ സ്റ്റേജിലൊക്കെ, ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന എൻ്റെ 10ാം ക്ലാസ്സിനെറ്റ്, അതിന് മുന്നൊന്നും ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറുക, സംസാരിക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. ഞാനൊരു +2 എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് അസംബ്ലിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കണം. അന്നൊക്കെ എൻ്റെ കാലിങ്ങനെ വറച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നലുണ്ട്, ഞാൻ അന്ന് ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് മേ ബി അറ്റ്ലീസ്റ്റ് എനിക്ക് ഇങ്ങനെ ക്യാമറന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനെങ്കിലും പറ്റുന്നത് എന്ന്. സോ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്കും വരികയാണെങ്കിൽ, നിങ്ങളോട് നിങ്ങളെ ടീച്ചർ പറയാണ് ഈ അസംബ്ലിയിൽ നീ ഇത് സംസാരിക്കണം, ഈ പ്രസംഗം നീ ചൂസ് ചെയ്യണം, നീ പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ബാക്കിക്ക് നിൽക്കുന്നതിന് പകരം മുന്നിൽ നിന്ന് സംസാരിക്കാനും നിങ്ങളുടെ ആ ഫിയർ, ആ ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കാര്യങ്ങൾ. നമ്മളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉണ്ടാവും. ഒന്നെങ്കിൽ ജോബ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെക്കായിട്ട് എന്തെങ്കിലും ബ്രേക്ക് എടുക്കാന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ഈ 3 തീരുമാനങ്ങളാണ്. തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ആ തീരുമാനം തെറ്റായി പോയോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട് ചിലപ്പോൾ. അതായത് ഞാൻ ഇപ്പൊ ജോബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വേണ്ടില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തിട്ടാണ് പിന്നെ CUT പോകുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു ജോബ് ചൂസ് ചെയ്തിട്ട് റിഗ്രറ്റ് എന്നുള്ളൊരു സാധനം, അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് അങ്ങനെ വിഷമിച്ചിരിക്കണം എന്ന് തോന്നിയിട്ടില്ല, കാരണം അതും ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ എന്ത് ചെയ്യാൻ, നെക്സ്റ്റ് ഞാൻ ഒരു ജോബ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ അതിലൂടെ പഠിച്ചിട്ടുണ്ട്. അത് ഒരു ബെറ്റർ ആണ്. സോ നമ്മൾ എന്ത് തീരുമാനം എടുത്തതായിക്കോട്ടെ, ആ തീരുമാനത്തിൽ നമ്മൾ വിഷമിക്കാൻ പാടില്ല. എടുക്കണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല. ഈ ബ്രേക്ക് ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കുമോ ഞാൻ ഇത്രയും കാലം
വേസ്റ്റ് ആക്കിയില്ലേ എന്നുള്ള ഒരു സാധനം വരിക. അങ്ങനെ വേസ്റ്റ് ആക്കാതിരിക്കാനാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ ആ ടൈമിൽ ഇമ്പ്രൂവ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവായി ചെയ്ത് നോക്കുക. അതാവുമ്പോൾ നമുക്ക് ആ റിഗ്രറ്റ് വരില്ല. ഓക്കെ, സോ നമുക്ക് നമ്മളെ ലൈഫിൽ തെറ്റ് പറ്റാന്നുള്ളത് അത് കോമൺ ആണ്, സ്വാഭാവികമാണ്, എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ തെറ്റിലൂടെ കറക്റ്റ് ചെയ്തിട്ട് വരലൊക്കെ നടക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് ലൈഫിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. സോ തെറ്റുകൾ സംഭവിച്ച് എടുത്ത ഡിസിഷൻ തെറ്റായി പോയി എന്നാലോചിച്ച് റിഗ്രറ്റ് അടിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ മൂവ് ഓൺ. സ്ലോലി ആണെങ്കിലും ചില തെറ്റുകളൊക്കെ തിരുത്തി കറക്റ്റ് ചെയ്ത് നമ്മൾ റെഡി ആവും. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക. നമുക്കിനി കമന്റിൽ സംസാരിക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.